അന്ത്യം എന്ന് കുറിച്ചു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ. വളരെ വലിയ രീതിയിൽ പിണറായിസത്തിനെതിരെ ഒരു വ്യക്തി നടത്തിയ കുടുംബാധിപത്യ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം, അത് കേരളത്തിൽ വിലപ്പോകില്ല എന്ന് കൃത്യമായി കേരളീയരായി, മലയാളികളായി മതേതരത്വമാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് ഉറക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. വർഗീയതയെ താലോലിച്ച് കേരളത്തിലെ മതേതര സംവിധാനത്തെ തകർക്കാൻ ഏതെങ്കിലും ഒരു വഴിക്ക്, അത് ഏത് നേതാവ് ഉദ്ദേശിച്ചാലും അത് തകർക്കപ്പെടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ വ്യക്തിപരമായി വിലയിരുത്തുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ പറഞ്ഞു വന്ന പിണറായിസം ആ പാർട്ടിയെ തന്നെ തകർത്തു കളഞ്ഞു. എല്ലാ മേഖലകളിലും. ഇവിടെ സർവേ റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ്, എക്സിറ്റ് പോൾ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തലേ ദിവസം ഞാൻ വ്യക്തിപരമായി നൽകിയ ഒരു സർവേ റിപ്പോർട്ട്, അതിൽ 86 സീറ്റിൽ UDF 100% ജയിക്കുമെന്നും 23 സീറ്റിൽ 51% സാധ്യത എന്നും പറഞ്ഞ കണക്ക് നിൽക്കുന്നു. ഏകദേശം 103-ൽ എത്തിയിരിക്കുകയാണ്. ആ 23 ചാൻസും വിജയിച്ചാൽ 107 സീറ്റുകളിൽ UDF വിജയിക്കണം. അതൊരു ഭാഗമാണ്. കേരളത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പയ്യന്നൂരും തളിപ്പറമ്പിലും ഈ പറയുന്ന 2 പിണറായിസത്തിനെതിരെ പോരാടാൻ ഇറങ്ങിയ സഖാക്കൾ ജയിക്കുമെന്ന് ഒരാൾക്കും ഒന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായും ആ സർവേ റിപ്പോർട്ടിൽ ഞാനത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഉടനീളം കമ്മ്യൂണിസ്റ്റുകാർ ഇതാ വോട്ട് ചെയ്യാൻ പോകുന്നു. ഈ പിണറായിയെ താഴെ ഇറക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഇവിടുത്തെ നല്ലവരായ സഖാക്കളുമാണ് എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി കേരളത്തിൽ പ്രാവർത്തികമായിരിക്കുകയാണ്. അതിന് ആദ്യമായിട്ട് സർവശക്തനായ അള്ളാഹുവിനെ നന്ദി പറയാണ്. ഇവിടെ സേനാനായകൻ വെടിയേറ്റ് മരിച്ചു, പക്ഷേ യുദ്ധം ഞങ്ങൾ ജയിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു തരി ഈ വിഷയത്തിൽ ഒരു സങ്കടവും എന്നെ സംബന്ധിച്ചില്ല. ഈ കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും അതീവ സന്തുഷ്ടനായി നിൽക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രത്തോളം കഴിഞ്ഞ 1.5 വർഷം എന്റെ ജീവൻ, എന്റെ ജീവിതം, എന്റെ സമ്പത്ത് മുഴുവൻ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തിട്ടാണ് ഈ പോരാട്ടത്തിന് ഒരു ഇഞ്ച് വ്യത്യാസമില്ലാതെ, ഒരു സ്ഥലത്തും ഒരു ഗ്യാപ്പും കൊടുക്കാതെ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടത്തിൽ നന്നായിട്ട് ഞാൻ വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ UDF നേതൃത്വം വിജയിക്കാൻ സാധ്യമായ ഒരു സീറ്റ് തരാൻ തയ്യാറായിട്ടും ആ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം അത് അവസാനിക്കണമെങ്കിൽ ഞാൻ തന്നെ അതിന്റെ മുന്നിൽ നിൽക്കണം. ബേപ്പൂരിൽ തന്നെ ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനിച്ചതാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ സന്തുഷ്ടൻ ഞാനാണ്. കാരണം ഈ പറയുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥിയെ ബേപ്പൂരിന്റെ ബൗണ്ടറിയിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ട് പോകാൻ അനുവദിക്കാത്ത വിധമുള്ള പോരാട്ടം നടത്താൻ എനിക്ക് സാധിച്ചു. കോഴിക്കോട് ജില്ലയിൽ 13-ൽ 12 ഞാനൊഴികെ 12 സീറ്റും UDF ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായില്ല. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. പിന്നെ കേരളത്തിൽ ഉടനീളമുള്ള UDF പ്രവർത്തകർ അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച മതേതരത്വമാണ്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ്. ഒരു വർഗീയവാദിക്കും ഞാൻ കീഴടങ്ങില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോലും ശ്വാസമടക്കി പിടിച്ച് പരാജയപ്പെടുമെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടട്ടെ, പക്ഷേ ടീം UDF ഒരാൾക്കും ഒരു വർഗീയവാദിക്കും കീഴൊതുങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും അദ്ദേഹത്തിന്റെ നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക്, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയ ഒരു ഊർജം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങളൊന്ന് നോക്കണം, മത്സരിച്ച 95% സീറ്റിലും വിജയിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ പോലെയുള്ള കേരളം കണ്ട ഇന്നത്തെ ഏറ്റവും വലിയ വർഗീയവാദി ഈ നാട് നീളെ പ്രസംഗിച്ച് നടന്നിട്ട് എന്ത് സംഭവിച്ചു? ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇവിടെ മതേതരത്തോടൊപ്പം ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൽ, ചാരിറ്റിയിൽ, എന്തിനേറെ പറയുന്ന അവസാനം വയനാട്ടിൽ വരെ ആ പാർട്ടി എന്താണ് എന്ന് തെളിയിക്കുക, അതിന് നേതൃത്വം നൽകിയ ബഹുമാന്യനായ പാണക്കാട് തങ്ങള്, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്,
നമുക്ക് ആർക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കും തള്ളി പറയാനോ മറക്കാനോ കഴിയില്ല. കോൺഗ്രസ് ടീം UDF അതിന്റെ ലീഡർഷിപ്പ്, കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഈ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി 140 സ്ഥാനാർത്ഥികൾക്കും ഞാൻ ഉൾപ്പെടെ സഹായം നൽകിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട KC വേണുഗോപാലിനെ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ UDF സംവിധാനത്തെ കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മറ്റൊരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഒരാൾക്കും മറക്കാൻ കഴിയില്ല. ആരൊക്കെ ഇവിടെ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ടും കേരളത്തിലെ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. ഇനി നമ്മൾ ബേപ്പൂരിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. എന്നെ നെഞ്ചിലേറ്റിയ UDFന്റെ പ്രവർത്തകരാണ്. ഒരു മില്ലിമീറ്ററിന് വ്യത്യാസമില്ലാതെ കഴിഞ്ഞ 3.5 മാസം രാപ്പകലില്ലാതെ എന്നോടൊപ്പം കഠിനാധ്വാനം ചെയ്തവർ ആ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തകരാണ്. അവരോടും കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകരോടും പിണറായി സത്യനെതിരെ വോട്ട് ചെയ്ത ഇവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കളോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇവിടെ ഒരു തരംഗമില്ല എന്നായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സർവേ റിപ്പോർട്ടുകളും വന്നിരുന്നത്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇവിടെ തരംഗമില്ല. കാരണം തരംഗമുണ്ടാകുമ്പോൾ പല തരത്തിലുള്ള ശബ്ദങ്ങളും നമ്മൾ കേൾക്കും. ഇവിടെ സുനാമിയാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത് മൗനമാണ്. നിങ്ങൾ മൈക്കുമായി പോയി ചോദിച്ചാൽ അവർ നിങ്ങളോട് പറയില്ല. അവരുടെ മുഖത്തുനിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. ഇവിടെ ഒരു സുനാമി സംഭവിക്കുമെന്ന് പറയുന്നത് ഈ പിണറായിസത്തിന്റെ ഭാഗം തന്നെയാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ ബേപ്പൂരിലെ വോട്ട് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഞാൻ പരാജയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവടക്കം എന്നോട് പറഞ്ഞു, നമുക്കൊരു സേഫർ സീറ്റ് നോക്കുകയല്ലേ നല്ലത്. കോഴിക്കോടത്തെ MP ശ്രീ രാഘവേട്ടൻ UDFന്റെ ആദ്യത്തെ പൊതുയോഗത്തിൽ ഫറൂഖിൽ വെച്ച് നടന്ന യോഗത്തിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അൻവർ നിങ്ങൾ ഇവിടെ മത്സരിക്കാൻ വരരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും അതല്ല, ഞാൻ ഇവിടെ മത്സരിക്കൂ എന്ന് പറഞ്ഞു വന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് UDF പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ചെറിയ ആശങ്കയില്ലായികയില്ല. പക്ഷേ ആ ആശങ്കയുണ്ടായിട്ടും എന്റെ കുടുംബം, എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ, എന്നെ സ്നേഹിക്കുന്ന എന്റെ അടുത്ത ആളുകൾ മുഴുവൻ പറഞ്ഞു ബേപ്പൂരിലേക്ക് പോകരുത്. പക്ഷേ എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം സഫലമായി. എനിക്കുണ്ടായിരുന്ന ആശങ്ക BJPയുമായിട്ടുള്ള ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് ഞാനും ഭയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. വളരെ കൃത്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 26,500 ചില്ലാനം വോട്ടാണ് BJPക്ക് ഈ പറയുന്ന ബേപ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്നത്. ആ വോട്ടിൽ നിന്ന് ആകെ വർദ്ധിച്ചിരിക്കുന്നത് 230 വോട്ടാണ്. 26,543 വോട്ട് മാത്രമാണ് BJPക്ക് 21-ൽ കിട്ടിയ വോട്ട്. 19,700 വോട്ട് അവിടെ വർദ്ധിച്ചു. 1,65,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തതെങ്കിൽ ഇപ്രാവശ്യം 1,86,000 ചില്ലാനം വോട്ടുകള് ബേപ്പൂർ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെട്ടു. ആ പോൾ ചെയ്യപ്പെട്ടിട്ട് പോലും ഒരു വോട്ട് പോലും BJPക്ക് വർദ്ധിച്ചിട്ടില്ല ബേപ്പൂരിൽ. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ പാർട്ടിയുടെ ഉന്നതനായ നേതാവ്, BJPയുടെ ഉന്നതനായ നേതാവ് അമിത്ഷാ ആകെ വന്നത് ബേപ്പൂരിലാണ്. അമിത്ഷാ അടക്കം ബേപ്പൂരിൽ വന്നിട്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ട് ഒരു വോട്ട് പോലും വർദ്ധിക്കാൻ ഈ പറയുന്ന 21-ൽ BJPക്ക് വാങ്ങിയ വോട്ടിൽ നിന്ന് പിന്നീടുണ്ടായ ഈ 19,000 വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് വർദ്ധിച്ചിട്ടില്ല എന്ന കണക്കൊരു ഭാഗത്ത് നിൽക്കുകയാണ്. മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, സ്വകാര്യമായി പറഞ്ഞത്. ഞാനന്ന് മാധ്യമങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞതാണ്. 25,000 ഉറുപ്പിക ഒരു വോട്ടിന് കൊടുത്തിട്ടാണെങ്കിലും PV അൻവറിനെ ഞങ്ങൾ ഇവിടെ തോൽപ്പിക്കും. അദ്ദേഹം പറഞ്ഞതാണ്. ആ പറഞ്ഞത് അന്വർത്ഥമാക്കി BJPയുടെ വോട്ട് എത്ര വോട്ട് മറിഞ്ഞിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ കേരളത്തിലെ ജനങ്ങളോട് പറയും. അപ്പോ അതിന് പുറമെ 7,000 ചില്ലാനം വോട്ടിനാണ് ഞാൻ പരാജയപ്പെടുന്നത്. 1,800ഓളം വോട്ടുകൾ ഈ പറയുന്ന അപരന്മാർ പിടിച്ചിട്ടുണ്ട്. അപരന്മാർ. അപ്പോ ഒരു ജനാധിപത്യത്തെ ഏത് രീതിയിലാണോ എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക, അതിന്റെ എല്ലാ വഴികളും തേടി. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, പണമുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് നിർത്തി കേരളം ആകെ പരാജയപ്പെട്ടാലും ബേപ്പൂര് വിജയിച്ചെടുക്കുക എന്ന പിണറായിയുടെ മരുമകനെ രക്ഷിക്കുക എന്ന രാഷ്ട്രീയമാണ് അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹം ടെക്നിക്കലി ജയിച്ചിരിക്കുകയാണ്. ആ ടെക്നിക്കലിയുള്ള ജയത്തിനപ്പുറം ഒരു ധാർമ്മികമായ ജയം
അദ്ദേഹത്തിന് ഒരു നിലക്കും അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇത് ജനങ്ങളോട് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ജനവിധിയെ ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനലൈസേഷൻ കൃത്യമായി നിങ്ങൾ നടത്തണം. മറ്റുള്ള ചില കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തുകൊണ്ട് ബി.ജെ.പിയുടെ വോട്ട് കുറഞ്ഞു, ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിച്ചില്ല എന്ന രാഷ്ട്രീയം ഇവിടെ ഈ സംസ്ഥാനത്തൊട്ടാകെ ബി.ജെ.പിയും സി.പി.എമ്മും ചില സീറ്റുകളിലുണ്ടാക്കിയ ധാരണയെക്കുറിച്ച് കൃത്യമായി പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അത് വിജയിക്കാൻ പോകുന്നില്ല ചില സ്ഥലങ്ങളിലല്ലാതെ. അത് തന്നെ ഇവിടെ ക്ലിക്കായി. ആലപ്പുഴ ജില്ലയിൽ സർവേയിൽ കൃത്യമായും പറഞ്ഞ അതേപോലെ ഒരു മാറ്റവും. കാസർഗോഡ് ജില്ലയിൽ ഒരാളെ ജയിക്കൂ എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അത് തന്നെയാണ് അവിടെ. കാഞ്ഞങ്ങാട് മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും 2 സഖാക്കളും ജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞതാണ്. അങ്ങനെ ഓരോന്നും കോഴിക്കോട്ടേക്ക് വന്നാൽ മലപ്പുറത്ത് 16 സീറ്റും. എന്തായിരുന്നു പാർട്ടി സെക്രട്ടറി നേതാക്കന്മാരും പറഞ്ഞിരുന്നത്? PV അൻവർ പോയിട്ട് ഒരു രോമം പോയിട്ടില്ല മലപ്പുറത്തുനിന്ന്. PV അൻവർ പോയിട്ട് ഒരു രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞ മലപ്പുറത്ത് 35 കൊല്ലം മുമ്പുള്ള CPM-ന്റെ അവസ്ഥയിലേക്ക്, വട്ടപൂജ്യത്തിലേക്ക് മലപ്പുറത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലപ്പുറമുള്ള ഒരു വിജയനി എന്താ വേണ്ടത്? കേരളത്തിലുടനീളം ഈ ഒരു ചർച്ച, ഈ വ്യക്തിയുടെ, ഈ ഏകാധിപത്യത്തിന്റെ, ഈ തൊഴിലാളി വിരുദ്ധ നിലപാടിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷമാണ്. സർവശക്തനായ ദൈവത്തിന് അൽഹംദുലില്ലാ ഞാൻ സ്തുതി പറയുകയാണ്. ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടില്ല എനിക്ക് ജയിക്കാനുള്ള പോരാട്ടത്തിന് ഇറങ്ങിയതല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് രാജിവെച്ചു വരണ്ട. പിന്നീടുള്ള ഓഫറുകൾ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഈ പോരാട്ടം ഇത് കേരളത്തിലെ മതേതര സമൂഹത്തിന്, വളർന്നു വരുന്ന സമൂഹമുണ്ട് ഇവിടെ, ചെറുപ്പക്കാര്, നമ്മളൊക്കെ മാന്യമായി ജീവിച്ചിവിടെ എത്തി. അത് ഇവിടുത്തെ കമ്മ്യൂണൽ ഹാർമണിയായിരുന്നു. ആ ഹാർമണിയെ കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രം, പിണറായി എന്ന് പറയുന്ന വ്യക്തി ഒരു കുടുംബത്തിന് വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റുകൊടുത്തു, ഇവിടുത്തെ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുത്തു. അത് തിരിച്ചറിഞ്ഞ സഖാക്കൾ തിരിച്ചടിച്ചു. അതാണ്. അതിൽ അങ്ങേയറ്റം ഞാൻ സന്തുഷ്ടനാണ്. പത്രമാധ്യമ പ്രവർത്തകർ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ ഘട്ടങ്ങളിലും പിണറായി സൗമായി ഏറ്റുമുട്ടി ഞാൻ നിയമസഭാ സാമാജികത്വം രാജിവെച്ച് ഇറങ്ങിയ അന്ന് തൊട്ട് ഈ നിമിഷം ഇപ്പോഴും ഞാൻ പരാജയപ്പെട്ടിട്ട് ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് പോലും നിങ്ങൾ എന്നെ വന്ന് കാണുകയും എനിക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു.